ഏതൊരു മലയാളിയുടെയും സ്വപ്നമാണ് തുളസിത്തറയും നടുമുറ്റവും കുളമൊക്കെയുള്ള ഗ്രാമാന്തരീക്ഷത്തിലുള്ളൊരു വീടെന്ന് പറയുന്നത്. ഇന്നത്തെ ഒരു വ്ളോഗിൽ നമ്മൾ കാണാൻ പോകുന്നത് അത്തരത്തിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീടാണ്. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ആദ്യം തന്നെ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസും അതുപോലെ ന്യൂ ഇയറും ആശംസിക്കുന്നു. എല്ലാവരും ഫാമിലി ആയിട്ട് ക്രിസ്മസും ന്യൂ ഇയറും വെക്കേഷനൊക്കെ അടിച്ചു പൊളിക്കുക. ഞങ്ങളും ഇതുപോലെ ചെറിയൊരു ട്രിപ്പൊക്കെ പോവാണ്. ഇപ്പോൾ ഒരു 10 days ട്രിപ്പാണ്. അപ്പോൾ ഞാൻ കൊച്ചിയിൽ ഉണ്ടാവില്ല, പക്ഷേ ഓഫ് കോഴ്സ് ഞാൻ ഫോണിൽ അവൈലബിൾ ആയിരിക്കും. ഇന്നത്തെ ഒരു വ്ളോഗിൽ നമ്മൾ കാണിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ ഹൗസാണ്. ബ്യൂട്ടിഫുൾ ഹൗസ് നമ്മൾ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഏതൊരു മലയാളിയുടെയും പ്രത്യേകിച്ച് ഒരു NRIയുടെ ഒരു സ്വപ്നമാണ് ഒരു കുളവും നടുമുറ്റൊക്കെയുള്ളൊരു വീടെന്ന് പറയുന്നത്. നമ്മളുടെ ഈ പഴയ ഓർമ്മകളൊക്കെ നമുക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റുന്ന ടൈപ്പ് വീടുകൾ പലരും നമ്മളോട് ചോദിക്കാറുണ്ട്. എസ്പെഷ്യലി നമ്മൾക്ക് വരുന്നൊരു എൻക്വയറിയാണ് സിംഗിൾ സ്റ്റോറി ഹൗസ്. അപ്പം ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ നമ്മൾ കാണിക്കുന്ന ഈ ഒരു വീടെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഗൃഹാതുരത്വമായിട്ടുള്ള ഓർമ്മകളൊക്കെ ഉണർത്തുന്ന ഒരു ടൈപ്പ് വീടാണ്. അതായത് 23 സെൻറ്റിൽ 2800 സ്ക്വയർ ഫീറ്റ് വരുന്നൊരു 4 ബെഡ്റൂം ഹൗസ്. ഇതൊരു സിംഗിൾ സ്റ്റോറി ഹൗസാണ്. അപ്പം നമുക്ക് എനിക്ക് തോന്നുന്നു വളരെ റെയറാണ് ഈ സിംഗിൾ സ്റ്റോറി വീടുകൾ നമുക്ക് കിട്ടാറുള്ളത്. മിക്കവാറും എല്ലാ വീടുകളും ഡബിൾ സ്റ്റോറി ആയിട്ടാണ് വരാറുള്ളത്. അപ്പം ഈ പ്രായമായവരൊക്കെ ഒത്തിരി പേര് ചോദിക്കാറുണ്ട്, നമുക്കിങ്ങനെ സിംഗിൾ സ്റ്റോറി വീടുകളൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വീടിൻ്റെ ബാക്ക് യാർഡിൽ നമുക്ക് മനോഹരമായിട്ടുള്ളൊരു കുളമുണ്ട്. അതുപോലെ ഇതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് നല്ല മനോഹരമായൊരു പാടത്തേക്കാണ്. പിന്നെ നമുക്കിതിൻ്റെ ഒരു നടുമുറ്റുണ്ട്, അത് ഓപ്പൺ ടു സ്കൈ ആണ്. അപ്പം അങ്ങനെ ഒത്തിരി നല്ല എന്താ പറയുക ഒരു എലമെൻറ്റ്സ് ഉള്ളൊരു വീടാണ് ഇന്നത്തെ ഒരു വ്ളോഗിൽ നമ്മൾ കാണിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ വളരെ അടുത്ത്, അതായത് 2 കിലോമീറ്റേഴ്സേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മളന്ന് ഗൂഗിൾ മാപ്പിട്ട് പോയപ്പോൾ ഒരു 5 minutes ആണ് നമുക്ക് എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് എടുത്തുള്ളൂ. നമ്മുടെ നെടുമ്പാശ്ശേരി കാലടി റൂട്ടിലാണ് നമ്മുടെ ഒരു വീട് വരുന്നത്. ആ ഒരു മെയിൻ റോഡിൽ നിന്ന് നമുക്കൊരു 200 മീറ്ററേ ഉള്ളൂ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു ലൊക്കേഷനിൽ ഇരിക്കുന്ന ഒരു വീടാണ്. പക്ഷെ അതിൻ്റേതായിട്ടുള്ള യാതൊരു വിധ തിക്കും തിരക്കും ബഹളവും നമുക്ക് തോന്നില്ല. കാരണം അത്രയും ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരിക്കുന്നൊരു വീടാണ് നമ്മൾ ഇന്നത്തെ ഒരു വ്ളോഗിൽ കാണിക്കാൻ പോകുന്നത്. ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 2.60 CR ആണ്. അതായത് 23 സെൻറ്റ് ഉണ്ട്, 2800 സ്ക്വയർ ഫീറ്റിൽ വരുന്ന സിംഗിൾ സ്റ്റോറി ഹൗസാണ്. 4 ബെഡ്റൂം വരുന്നുണ്ട്, 5 ടോയ്ലറ്റ്സ് വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വാക്ക് ത്രൂ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വീടിൻ്റെ ഒരു ഓവറോൾ ഒരു പിക്ചർ മനസ്സിലാവും. അപ്പോൾ മാക്സിമം ഈ ഒരു വ്ളോഗ് ഫുള്ള് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു വീട് കാണണം തോന്നുകയാണെങ്കിൽ ഒരു ദിവസം മുമ്പ് അറിയിക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം ഞാനിരിക്കുന്നത് വെണ്ണലയിലാണ്, വീടിരിക്കുന്നത് നെടുമ്പാശ്ശേരിയാണ്. അപ്പം കുറച്ചൊരു ദൂരമുണ്ട്, പെട്ടെന്ന് വിളിക്കരുത് അവിടെ എത്തിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കീയും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീടിൻ്റെ റീലിട്ടിരുന്നു. അപ്പം ഞങ്ങൾ ഈ ഒരു വീട് ഇങ്ങനെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പം ഈ ഒരു നടുമുറ്റവും കുളമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നമ്മുടെ ഒരു ഡ്രീമിലൊക്കെയുള്ളൊരു വീടാണ് അത്. അപ്പോൾ അതുകൊണ്ട് ചുമ്മാ ഒന്ന് ഷൂട്ട് ചെയ്ത് ഒരു റീലിട്ടിരുന്നു. ആ റീല് തന്നെ എനിക്ക് തോന്നുന്നു ഭയങ്കര വൈറലായി, 4 ലക്ഷം വ്യൂസിനൊക്കെ മുകളിലോട്ട് പോയി. ആ കുഞ്ഞ് റീല് കണ്ട് തന്നെ നമുക്ക് ഒരുപാട് എൻക്വയറി വന്നു. അപ്പോൾ ഞാൻ വന്നവരോട് ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ നമ്മളിങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വ്ളോഗ് ഇടും. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടിട്ട് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് പറഞ്ഞ് നിർത്തിയിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും തോന്നുന്നു. നിങ്ങളുടെയൊക്കെ ഒരു ഡ്രീമിലുള്ള ഒരു ഹൗസാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നമുക്ക് നേരെ വാക്ക് ത്രൂയിലേക്ക് പോവാം.
23 സെൻറ്റിൽ 2800 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു സിംഗിൾ സ്റ്റോറി ഹൗസാണിത്. നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ 2 വലിയ കാറുകൾ നമുക്ക് കാർ പാർക്കിങ്ങിൽ കവേർഡായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു 2-3 കാറുകൾ നമുക്ക് ഈ കോമ്പൗണ്ടിൽ തന്നെ പാർക്ക് ചെയ്യാം. ഇപ്പം ഗസ്റ്റൊക്കെ വരുവാണെങ്കിലും ഇഷ്ടം പോലെ സ്പേസ് നമുക്ക് പാർക്കിങ്ങിനുണ്ട്. നല്ല രീതിയിൽ ഈ ഒരു ഏരിയ ഒരു ലാൻഡ്സ്കേപ്പിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ പണ്ട് കാണുന്ന വീടുകൾ പോലെയാണ്, അതായത് നല്ല ചുറ്റു വരാന്തകളൊക്കെയുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു വീടാണ്. ഒത്തിരി എലമെൻറ്റ്സ് ഈ ഒരു വീട്ടിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അതാണ് ഈ ഒരു വീട് എനിക്ക് കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമ്മുടെ പണ്ടത്തെ ഗൃഹാതുരത്വമായിട്ടുള്ള ഓർമ്മകളെ കൊണ്ടുനടത്തുന്ന ഒരു ടൈപ്പ് ഓഫ് വീടാണിത്. നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ എഗെയിൻ നമുക്ക് നല്ല വലിയൊരു ലിവിങ് ഏരിയ ഉണ്ട്. അത് ഡബിൾ ഹൈറ്റ് ആണ് ആ ലിവിങ് ഏരിയയ്ക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ ഫേർണിച്ചേഴ്സും കൂടുതലും എത്നിക് സ്റ്റൈൽ ഫേർണിച്ചേഴ്സാണ്. അതുപോലെ തന്നെ വളരെ മിനിമലായിട്ട് മാത്രമേ ഫേർണിച്ചേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം 4 ബെഡ്റൂംസ് നമുക്ക് താഴെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമുക്ക് ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത്. ഡൈനിങ് ഏരിയയോട് ചേർന്നിട്ട് അവിടെ ഒരു ചെറിയൊരു ഊഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറത്ത് കാണുന്നതെന്ന് പറയുന്നത് നമുക്കൊരു നടുമുറ്റാണ് വരുന്നത്. ഓപ്പൺ ടു സ്കൈ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ആ ഒരു നമ്മുടെ ഡൈനിങ് ഏരിയയുടെ വാഷിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ നമുക്ക് എഗെയിൻ ഒരു ചെറിയൊരു സിറ്റിംഗ് ഏരിയ പോലെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആളുകൾക്ക് ഇരിക്കണമെങ്കിലും ഒക്കെ പറ്റുന്ന രീതിയിൽ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. നമ്മൾ ഇത്ര നമ്മുടെ എയർപോർട്ടിൻ്റെ അടുത്തെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, അത്യാവശ്യം തിരക്കുള്ളൊരു സ്ഥലമാണ്. പക്ഷേ നമുക്ക് ഭയങ്കര ഒരു ഗ്രാമാന്തരീക്ഷത്തിലാണ് നമ്മുടെ ഒരു വീട് ഇരിക്കുന്നത്. ഇതാണ് കിച്ചൺ എന്ന് പറയുന്നത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ചെറിയൊരു 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന കസേരകൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാണ് ആ ഒരു കിച്ചൻ്റെ ഒരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. ഒരു ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റ് ആണ് ആക്ച്വലി ആ ഒരു കിച്ചണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട്. അതാണ് ആ ഒരു കിച്ചൻ്റെയും വർക്ക് ഏരിയയുടെയും ആ ഒരു ഭാഗം എന്ന് പറയുന്നത്. അതായത് വളരെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്ന ഒരു പ്ലാനാണ് നമുക്ക് ഈ ഒരു വീട്ടിൽ മെയിനായിട്ട് കാണാൻ പറ്റുന്നത്. ആവശ്യത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും നല്ല സ്പേഷ്യസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കാണുന്നതെന്ന് പറയുന്നത് ഫസ്റ്റ് ബെഡ്റൂമാണ്. ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു വീട്ടിൽ നമുക്ക് 4 ബെഡ്റൂമാണ് വരുന്നത്. 4 ബെഡ്റൂമും നമുക്ക് താഴെ തന്നെയാണ് വരുന്നത്, കാരണം സിംഗിൾ സ്റ്റോറി ആണല്ലോ. സോ ഇതാണ് ഒരു ബെഡ്റൂം 1ൻ്റെ ഒരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ്. ഓക്കെ, അപ്പം അവിടെ നമ്മളൊരു ചെറിയൊരു ഓഫീസ് റൂം പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ലൈബ്രറി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതാണ് ഈ ഒരു റൂമിൽ മെയിനായിട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ടോയ്ലറ്റാണ് ഈ കാണുന്നത്. അതിൻ്റെ ഒരു കളർ കോമ്പിനേഷനൊക്കെ ഈ ഒരു ആഷ് കളറും അങ്ങനത്തെ ഒരു നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഓഫ് കോഴ്സ് അവർ താമസിക്കാൻ വേണ്ടി പണിത വീടാണ്, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റി എടുത്ത് പറയേണ്ട കാര്യമില്ല. എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഒരുപാട് എലമെൻറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് ആ ഒരു നടുമുറ്റം എന്നൊക്കെ പറയുന്നത്. പിന്നെ ഭയങ്കര ഒരു ഏരിയയാണ് ഈ ഒരു വീട്. അതായത് നമുക്ക് നല്ല രീതിയിൽ നമ്മൾ പറയില്ലേ ഒരു സൺലൈറ്റും അങ്ങനെയൊക്കെ കിട്ടുന്ന നല്ല ഒരു വീടാണ്. ഇത് നമുക്ക് 2ാമത്തെ ബെഡ്റൂമാണ്. സോ ഇതാണ് ആ ഒരു ബെഡ്റൂമിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. എല്ലാ ബെഡ്റൂംസും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂംസാണ്. ഇതിലും ആ ഒരു കൊടുത്തിരിക്കുന്ന ഒരു വൈറ്റ് ഒരു കളറാണ് നമുക്ക് ആ ഒരു കബേർഡ്സിനെല്ലാം ഒരു പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറേ കുഞ്ഞു എലമെൻറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഒരുപാട് പഴയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ആൻറ്റിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി കാണാൻ പറ്റും. സോ ഇതാണ് ആ ബെഡ്റൂമിൻ്റെ 2ാമത്തെ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ സെയിം തന്നെയാണ്, നമ്മൾ ആദ്യം കണ്ട ഒരു കോമ്പിനേഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഏകദേശം ഒരു 3 to 4 ഇയേഴ്സേ ആയിട്ടുള്ളൂ ഈ ഒരു വീട് ഇവർ വെച്ചിട്ട് കേട്ടോ. അപ്പം വെൽ മെയിൻറ്റെയിൻഡ് ആണ് നമ്മുടെ ഈ ഒരു വീട്. പിന്നെ ഈ നെടുമ്പാശ്ശേരി എന്ന് പറയുമ്പം എല്ലാവർക്കും ഭയങ്കര ഡൗട്ടായിരിക്കും ഇവിടെ നമുക്ക് വെള്ളം കയറിയിട്ടുണ്ടോ എന്ന്. നമുക്ക് 2018-ലും 2019-ലും നമുക്കിവിടെ വെള്ളം കയറിയിട്ടില്ല. ഓക്കെ, അത് എടുത്ത് പറയേണ്ട ഒരു പോയിൻ്റാണ്. എഗെയിൻ ഇത് നമുക്ക് അവിടുത്തെ 3ാമത്തെ ബെഡ്റൂമാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ്. എഗെയിൻ നിങ്ങൾക്ക് കാണാം ഒത്തിരി വലിയ വിൻഡോസ് ഈ ഒരു വീടിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആ ഒരു ആർക്കിടെക്ചർ രീതിയിൽ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. സാധാരണ നമ്മൾ അത്രയും വലിയ വിൻഡോസൊന്നും വീടുകളിൽ അധികം കാണാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു സൺലൈറ്റും ഒരു ക്രോസ് വെൻറ്റിലേഷനൊക്കെ ഭയങ്കര നന്നായിട്ട് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഇത് നമുക്ക് ആ ഒരു 3ാമത്തെ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റാണ്. അപ്പോൾ 3 ബെഡ്റൂമുകൾ നമുക്ക് അടുപ്പിച്ചാണ് വരുന്നത്. അതായത് ഒരു സൈഡിലാണ് നമ്മളിപ്പോൾ വീട്ടിലേക്ക് കയറുമ്പോൾ നമ്മുടെ ആ ഡൈനിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് 3 ബെഡ്റൂംസ് വരുന്നത്. ഇത് റൈറ്റ് സൈഡിലായിട്ട് വരുന്ന ഒരു ബെഡ്റൂമാണ്. സോ ഇതാണ് 4ാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നത്. എഗെയിൻ അതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്.
നമുക്ക് ആ ഒരു കുളവും അതുപോലെ തന്നെ ആ ഒരു പാടമൊക്കെ കാണാവുന്ന രീതിയിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. ആൻഡ് അഗെയിൻ നമുക്ക് അവിടെ സ്റ്റോറേജ് സ്പേസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടോയ്ലറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ 4 ബെഡ്റൂമും നമുക്ക് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആയിട്ടാണ് വരുന്നത്. സോ ഇതാണ് ആ ഒരു ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ്. എഗെയിൻ ആ സെയിം കളർ കോമ്പിനേഷൻസ് ആണ് എല്ലാ ബെഡ്റൂംസിനും അവർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബാത്റൂംസിനും ഒരേ ഒരു കളർ കോമ്പിനേഷനാണ്. ഇനി ഇതാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ബാക്ക് യാർഡിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു കുളമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കുളത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിപ്പോൾ ഇങ്ങനെ കുറേ മീനുകളെയൊക്കെ വളർത്തുന്നുണ്ട്. ഇവിടെ നമ്മൾ വന്നിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് എനിക്ക് പോകാൻ തോന്നില്ല. അത്ര രസമാണ് നമ്മളിവിടെ മോർണിംഗും ഈവനിങ്ങും ഒക്കെ സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്യാവശ്യം നല്ല ആഴമുള്ള ഒരു വലിയ കുളമാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു വീടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമ്മൾ ചെയ്തിരിക്കുന്ന വീടുകളിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ബാക്ക് യാർഡ് പോണ്ടുള്ളൊരു വീട് നമുക്ക് കിട്ടുന്നത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ എന്താ പറയുക, തുളസിത്തറയും അതുപോലെ തന്നെ നടുമുറ്റം ഒക്കെ ആ ഒരു വീടിൻ്റെ ഭംഗി ഒരുപാട് കൂട്ടുന്നുണ്ട്. അപ്പോൾ ഒത്തിരി ആളുകൾ നമ്മളോട് സിംഗിൾ സ്റ്റോറി വീടുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിച്ചവർക്കുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു വീടാണ് നമ്മളിന്ന് കാണിച്ചത്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് ഞാൻ പറഞ്ഞിരുന്നു 2.60 CR ആണ്. അപ്പം ഇത് കണ്ട് ഫുള്ള് കാണുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം. അപ്പം നമുക്ക് വീട് വിസിറ്റ് ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്യാം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.